ഗുഡ് മോർണിംഗ്. ഇന്ന് എത്രാമത്തെ ദിവസം? 16ാമത്തെ ദിവസം. 16ാമത്തെ ദിവസം ഞാൻ വീട്ടിൽ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 21 days 16ാമത്തെ ദിവസം. അങ്ങനെ ഞങ്ങൾ പിന്നെയും ലേറ്റ് ആയിട്ട് വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സമയം മഞ്ഞുണ്ട്, സമയം അറിയത്തില്ല. സമയം 6:30 ഇറങ്ങിയപ്പോ. എത്രയോ ആയി. ഇന്നും 5:45 ഇറങ്ങിയതായല്ലോ. ഇറങ്ങിയപ്പോ തന്നെ വിശക്കുന്നു ഗൈസ്. അതെ ഗൈസ്, വണ്ടിയൊക്കെ വരുന്നു. നെൽസൺ ഞാൻ കോളേജിൽ പൊക്കോണ്ടിരുന്ന ബസ്സാണ്. തിരിച്ചു വരുമ്പോ ഞങ്ങൾ ഇതേ വലിയേറി പോകും. നെൽസൺ വരെ ഫേമസ് ആയി. നെൽസൺ ഇവിടുന്ന് ചെങ്ങന്നൂരോട്ട് ഡയറക്റ്റ് നെൽസണും രഘുമോനും അതെ ഉള്ളൂ. ടിക്കറ്റ് കൊടുക്കലായിരുന്നു ജോലി. അതിൽ കണ്ടക്ടറിനെ കിളിയെ ഡ്രൈവറിനെ എല്ലാരെയും അറിയാറുത്. ചില്ലറക്കാരി ഞങ്ങളുടെ സമയത്തായിരുന്നു നെൽസൺ ഓടുന്നത്. ഞങ്ങളുടെ സമയം എന്ന് വെച്ചാൽ 7:30 ബസ്. 5 മിനിറ്റ് ഒക്കെ ചിലപ്പോ അവിടെ പിടിച്ചു നിർത്തിയിടും. കണ്ടു തിരിഞ്ഞു വരുന്നതേ ഉള്ളല്ലോ. വയ്യ, ഉറങ്ങണം. കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നുണ്ട്. ചിന്നമ്മ ഹോട്ടൽ പൊറോട്ടയും ചിക്കൻ കറിയും കാണാറുണ്ട്. പൊറോട്ടയും ചിക്കൻ കറിയും എന്നെ കണ്ടാണ്. ഓരോ ദിവസങ്ങളും ഓരോ. ഇതാണ് പനച്ചമൂട് ജംഗ്ഷൻ. ഞാൻ പറഞ്ഞു ഇതെന്ത് നിനക്ക് പറയാനുള്ളത്? തൂക്കം, വിശപ്പ്, ഉറക്കം, വിശപ്പ്, ഇത് മാത്രമാണ് ഇപ്പോഴത്തെ ചിന്ത. ഇപ്പൊ എന്നോട് പറയാറുണ്ട്, ചേച്ചി എനിക്കങ്ങ് ക്ഷീണം. ഇന്നലെ എന്തോ കഴിച്ചേ? ഞാനോ? ഇന്നലെ ദോശ, അത് കഴിഞ്ഞപ്പോ ഒരു മുട്ട. 4 ദോശ കഴിച്ചു, ഒരു മുട്ട. അതിന് മഞ്ഞക്കറി കൊച്ചു കഴിച്ചു, കുറച്ച് എനിക്ക് കിട്ടിയുള്ളൂ. ഞാൻ വെള്ളക്കറി കൂടി തിന്നു, മഞ്ഞശകലം തിന്നു. മുട്ട വേണേ ബാക്കി. അത് കഴിഞ്ഞപ്പോ കുഞ്ഞിന്റെ ഒരു ഗ്ലാസ് ഹോർലിക്സ് ഇട്ട് പാല് കുഞ്ഞ് കുടിച്ചില്ല, അതുകൊണ്ട് അമ്മ കുടിച്ചു ബാക്കി. പിന്നെ അതിന് മുന്നേ ഒരു 7 മണിയായപ്പോ എനിക്ക് ആകെ ഒരു വിശപ്പായിരുന്നു. ഇതൊക്കെ ഞാൻ കിടക്കാൻ നേരം കഴിച്ച കാര്യങ്ങളാണ്. 7 മണിയായപ്പോ ഒരു ഏത്തക്ക കഴിച്ചു. 7 മണി 7 PM സമയം 7 PM. അതെ, പറ. അത് കഴിഞ്ഞിട്ട് അമ്മ എനിക്ക് ബ്രെഡും ചാമും തന്നു. പിന്നെ അത് 2 ബ്രെഡിന്റെ ഇടയ്ക്ക് ചാം തേച്ച് അത് കഴിച്ചു. പിന്നെ കുഞ്ഞിന്റെ 2 ടീറസ്ക് തന്നു. 2 എടുത്തെങ്കിലും ഒരെണ്ണം അവൻ അടിച്ചോണ്ട് പോയി, ബാക്കി കൊണ്ട് തന്ന ചേല അത് തിന്നു. പിന്നെ മധുരം കഴിക്കണം എന്നങ്ങ് തോന്നുന്നു, അതുകൊണ്ട് ഹൈഡ് ആൻഡ് സീക്കിന് മറ്റേ ഓറഞ്ച് ക്രീമുള്ള ബിസ്ക്കറ്റ് ഇല്ലേ, അതും തിന്നൊരു 3 എണ്ണം. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാല് വിശപ്പുണ്ട്, പക്ഷെ വയറങ്ങ് വീർത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരു 4 ദോശയും പിന്നെ ഒരു മുട്ടയും പിന്നെ അമ്മ നിർബന്ധിച്ചപ്പോ കൊച്ചിന്റെ പാല്. വെറുതെ കളയണ്ടായില്ലടി മോളെ, നീയും കുടിക്കും. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ഇതൊക്കെ തരുന്നത് വെറുതെ, പ്രയോജനമില്ല. ആരെയും പറയൂ ഇത്ര അകത്ത് ചെല്ലുന്ന ശരീരമാണ്. അതെ, എപ്പോഴും അങ്ങനെ കഴിക്കാറില്ല, ചിലപ്പോഴും ഇല്ല. ചില സമയത്ത് എനിക്കൊരു ക്രേവിങ് ഉണ്ടാകും, മധുരം കഴിക്കണം വല്ലപ്പോഴും, ദിവസത്തിൽ 2-3 നേരം. അതെ, അല്ല മാസത്തില് 2-3 ദിവസം സ്ഥിരമാക്കിയിരുന്നെങ്കിൽ നന്നായി. എനിക്ക് വിശക്കണു ഗൈസ്,
വെളുപ്പങ്കാലത്ത് ഇങ്ങനെ വിശക്കുന്നവരാരെങ്കിലും ഉണ്ടോ? എനിക്കും വിശക്കുന്നുണ്ട്. കമന്റ് ചെയ്യൂ എന്ന് പറയാൻ ഞങ്ങൾക്ക് വ്യൂവേഴ്സ് കുറവായതുകൊണ്ട്. എന്നാലും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമന്റ് കറോ. എന്നാലും ഞങ്ങൾക്ക് ഞാൻ യൂട്യൂബ് ചാനൽ എന്താന്ന് പോലും അറിയാതെ തുടങ്ങിയതാണ്. യൂട്യൂബ് സെറ്റ് ചെയ്തിട്ട് എടി എങ്ങനെയാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്? അതെ, അന്നേരം ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ കിടപ്പുണ്ടല്ലോ എന്ന് അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഒരുപാട് സമയം കഴിഞ്ഞു പോയി. അതുകൊണ്ട് അന്ന് എനിക്ക് 7 സബ്സ്ക്രൈബേഴ്സേ ഉള്ളായിരുന്നു. മാറ്റമുണ്ട്, 22, 23 ആയിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. വളരെ നല്ല റിസൾട്ട് അല്ലേ? കിടന്ന് ഞാൻ നമ്മളൊരു അതായത് വ്യൂവേഴ്സ് കുറവാ, എന്നിട്ട് പോയി നമുക്ക് അത്ര ആയില്ലേ? പോസിറ്റീവായിട്ട് കാണാം നമ്മള്. പോസിറ്റീവ്. ഈ വീഡിയോ ഉണ്ടോ എന്തോരം ചെറിയ ഞങ്ങൾ മിനിഞ്ഞാന്ന് ഞാൻ ഈ വീടിന്റെ ഫ്രണ്ട് ഒന്ന് സംസാരിക്കാൻ പോകുന്നു. അന്നേരം മണ്ടക്കെല്ലാം ചെടി അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് ഒക്കെ വെക്കുന്നതാണ്. നമ്മളെ വഴി KSRTC വന്നു തുടങ്ങി. ഇനി നമ്മൾ സൂക്ഷിക്കണം. ഇനി നടന്നു പോകാൻ പറ്റത്തില്ല. അതെ, ചത്ത പൈസ പോലും കിടത്തില്ല ഇടിച്ചാല്. ഇവിടെ നിന്ന് അങ്ങോട്ട് എവിടെ പോവായിരിക്കും? തിരിച്ചും പോകുന്നുണ്ട് ഒരു 9 മണിയാകുമ്പോ. വിശക്കുന്നല്ലേ? വിശക്കുന്നു, നല്ലപോലെ വിശക്കുന്നു. കുഴപ്പമില്ല, ഇപ്പൊ നല്ലപോലെ വിശക്കും. അവിടെ ചിലപ്പോ 5-6 പട്ടികളുണ്ട്, ചിലപ്പോ ഓടേണ്ടി വരും. പട്ടി, പൂച്ച, കാക്ക, പൂച്ച ഇവയൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. ഞാൻ അഹങ്കരിക്കും. ബിക്കോസ് ഞങ്ങൾ നടക്കാൻ പോകുമ്പോ ഒരു പട്ടിയും പൂച്ചയല്ലേ തുള്ളി തുള്ളി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല രസമില്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ പാട്ട് മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും ഈ നാടൻ വഴി. രാവിലെ നമ്മള് നടക്കാൻ പോകുമ്പോ എന്തൊക്കെ കാണേണ്ടി വരും. അതെ, രാവിലെ നമ്മൾ നടക്കാൻ പോകുമ്പോ ഇങ്ങനത്തെ ഒക്കെ നല്ല നല്ല കാഴ്ചകൾ കണ്ടാണ് പോകുന്നത്. പൂവായിരുന്നു കുഞ്ഞു ചെറിയ സ്മോൾ ചെറി. ദിസ് വിൽ ബിക്കം ബിഗ് ചെറീസ്. രാവിലെ ആൾക്കാർ വിചാരിക്കും ചെറിയ ഊട്ടിക്ക് ഇറങ്ങി. ഇത് ഞങ്ങളുടെ പഴയ വഴി. ഇത്രയും ദിവസം നിങ്ങൾ 2-3 ദിവസം ഞാൻ തള്ളുന്നത് മാത്രം കേട്ട് സഹിച്ചില്ലേ? എന്നാ ഇനി ഇവർക്ക് ഐഷു എന്താ പറയാനുള്ളത് നോക്കി കേൾക്കാം. വല്ലപ്പോഴും നടക്കാനൊക്കെ പോകണം. നമ്മൾ ഒത്തിരി തിരക്കുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് ചിലവഴിച്ച് കഴിഞ്ഞാൽ നഷ്ടമൊന്നും വരത്തില്ല. അതെ, നമുക്ക് ജിമ്മിൽ പോയി ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന അത്രയും ബെനഫിറ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും കുറച്ച് നേരം രാവിലെ ഒരു അരമണിക്കൂർ 1 മണിക്കൂറോ നടക്കാൻ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലുണ്ടല്ലോ. നമ്മൾ ജിമ്മിൽ പോയാൽ അതിനകത്തുള്ള കുറച്ച് സാധനങ്ങളും ട്രെഡ്മില്ലും ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ. ജിമ്മില് ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലേ നോക്കുന്നത്, ഫിറ്റ്നസിൽ മാത്രം. അതുപോലെ നമുക്ക് മെന്റൽ ഫിറ്റ്നസും വേണം. അതിന് നമ്മൾ രാവിലെ ഇങ്ങനെ ഒരു അതെ സൗണ്ട് കുഞ്ഞിക്കിളിയുടെ വോയിസും അത് കേട്ടോ. ഈ സൗണ്ട് ഒന്നും നമുക്ക് അതിനകത്ത് കയറിയാൽ കേൾക്കത്തില്ല കേട്ടോ. കിളികളുടെ വോയിസും അല്ലേ, വെള്ളം ഒഴുകുന്ന സൗണ്ടും കാവിലെ സൗണ്ടും പിന്നെ കണ്ണിന് കാണാൻ വരുന്ന കാഴ്ചകളും. രാവിലെ മാത്രം കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും സൂര്യൻ രാവിലെ കാണാൻ പറ്റും.
സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന സമയം. രാത്രി ഈ സംഭവം കണ്ട അത് രാത്രി കാണാൻ പറ്റത്തില്ല. അതെ, നമ്മൾ ഓഫീസിൽ പോയിരിക്കുമ്പോഴാണേലും സ്കൂളിൽ പോയിരിക്കുമ്പോഴാണേലും കോളേജിൽ പോയിരിക്കുമ്പോഴാണേലും ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ മനസ്സിലൊരു കുളിർമ കിട്ടും. കണ്ടോ കുട്ടിയുടെ ഉച്ചിയിലോട്ട് വെട്ടമടിക്കുന്നത്? കണ്ടോ ഗായ്സ്, അതൊരു അമ്പലമാണ്. എന്താ ഇത് ക്യാമറ മങ്ങിയിരിക്കുന്നതല്ല, മഞ്ഞാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോവുക. എന്താ ഇങ്ങനെ ഇരിക്കുന്ന ചോദിക്കില്ലേ, വിശക്കുന്നു. കുട്ടിക്ക് നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് ഒരുപാട് ഞങ്ങള് ബുദ്ധിമുട്ടിക്കുന്നില്ല. എല്ലാവർക്കും നല്ലൊരു സൺഡേ വിഷ് ചെയ്തുകൊണ്ട്